ഹലോ. അപ്പം ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. മാങ്ങ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അതേ കേസ് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് തോലൊക്കെ പൊളിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കല്ലുപ്പാണ് ഇട്ടത്. പിന്നെ അത് മൂടുവോളം വെള്ളം ഒഴിക്കണേ, എന്നാലല്ലേ അതിൻ്റെ ആ ഒരു ചാർക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുള്ളൂ. പിന്നെ ഒരാണി ശർക്കര ഇടണം കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പ് അത് വേവാൻ അവിടെ അടുപ്പത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പിടാം. അതിലേക്ക് ജീരകവും തൈരും കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പോയി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് കറിയിലിടാൻ കറിവേപ്പില വേണ്ടേ. അപ്പോൾ ഞാൻ പോയിങ്ങാണ്ട് കറിവേപ്പില പറിക്കാൻ പോയിട്ടോ. പിന്നെ ഗൈസ്, ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വ്ളോഗ്, ബ്യൂട്ടി, അങ്ങനെ പല ലൈഫ് സ്റ്റൈലായിട്ടുള്ള എല്ലാ വ്ളോഗ്സും വരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പോയി നോക്കിയപ്പം അവിടെ അമ്മ അരപ്പ് ചേർക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി അതൊന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി. അതായത് നന്നായിട്ട് തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തുള്ളൽ വന്നാൽ മാറ്റി വെച്ചോളി കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൂഴ്ത്തി വെക്കുക. എന്തിനാണ്? അതിൻ്റെ ചൊയ നമുക്ക് വേണമല്ലോ. പിന്നെ നമുക്ക് അതിൽ വറവിടാം കേട്ടോ. വറവിനുള്ളത് കടുക്, ഉലുവ ആൻഡ് വറ്റൽമുളക്. അതന്നെ, വറ്റൽമുളകും കൂടെ ഇട്ട് കണ്ട് നമ്മൾ വറവിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രാവിലെ ഉണ്ടാക്കിയാൽ നമ്മൾ രാവിലത്തെ ഇതിൻ്റെ കൂടെ ഒന്നും, അപ്പം ഞാൻ കുത്തപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി എന്നണേ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.